മിക്സ് സ്പൈസസിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ബണ്ണ് കൊണ്ടുള്ളൊരു വിഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ചേർത്തൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് മഷ്റൂംസ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വാടിക്കിട്ടട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ബീഫാണ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ കൂടി ചേർത്ത് വേവിച്ചെടുത്തേക്കണതാണ്. ഇത് ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. ഈ ബീഫിന് പകരം നമുക്ക് ചിക്കൻ ആണെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന പാവ് ബൺസാണ്. ഇനി ഇത് നമുക്ക് നടുക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബണ്ണിൻ്റെ അടിഭാഗമൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മുറിച്ച് വച്ചേക്കുന്ന ബണ്ണിൻ്റെ ഹാഫ് പാർട്ട് നമ്മളിവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ബണ്ണിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് വെച്ച് കൊടുക്കാം. 2 ബണ്ണിലും നിറയെ വെച്ച് കൊടുക്കുക ബീഫ് മിക്സ്. ഇപ്പം നമ്മൾ 2 ഭാഗത്തും നമ്മൾ ബീഫൊക്കെ വെച്ച് നിറച്ച് കഴിഞ്ഞു. ഇനി ഇത് ഗാർലിക് മയോണീസാണ്. അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രമേ നമ്മൾ ഗാർലിക് മയോണീസ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാനിതിലേക്ക് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് 2ലും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസൊക്കെ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അതൊന്ന് അമർത്തിയും കൂടെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാവ് ബണ്ണിൻ്റെ ബാക്കിയുള്ള ഹാഫും കൂടെ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ബണ്ണിൻ്റെ മുകളിലേക്ക് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബണ്ണ് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു നല്ലൊരു കളറ് വരുള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 10 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ബണ്ണൊക്കെ നല്ല ബേക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആ മുകളിലെ കളറൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല മൊസറല്ല ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ.